അടിയന്തരാവസ്ഥയിൽ SFI നേതാക്കളെ പോലീസ് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് CPIM സംസ്ഥാന സമിതി അംഗവും മുൻ സ്പീക്കറുമായ വിജയകുമാർ. വിജയകുമാറിനൊപ്പം ജയിലിൽ കിടന്ന സുരേഷ് കുമാറിനെ CPIM സമ്മേളന നഗരിയിൽ കണ്ടുമുട്ടിയപ്പോഴായിരുന്നു ജയിൽ ദിനങ്ങൾ ഓർമ്മിച്ചത്. 1975 ജൂൺ 26-നായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയത് SFI ആയിരുന്നു. സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ 19 മാസമാണ് മിസ നിയമപ്രകാരം ജയിലിലായത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥികളായ വിജയകുമാറും സുരേഷ് കുമാർ അടക്കം വിദ്യാർത്ഥി നേതാക്കളെ പോലീസ് ജയിലിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചു. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു വിജയകുമാർ അടക്കമുള്ളവർ പ്രതിഷേധിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ ഭയം വിദ്യാർത്ഥികൾ അടിയന്തരാവസ്ഥക്കെതിരായി പ്രതികരിക്കുമെന്നാണല്ലോ റിപ്പോർട്ട്. വിദ്യാർത്ഥികളുടെ പ്രതികരണം വരും. അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണ സഖാവിനെ അന്ന് തന്നെ ബുക്ക് ചെയ്തു. പക്ഷെ അടിയന്തരാവസ്ഥ വന്നപ്പം ചാർട്ട് ഓഫ് ഡിമാൻഡ്സ് എന്താ? അടിയന്തരാവസ്ഥ. അന്നാണ് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യമായി ഉയർത്തിയത്. ആ പ്രകടനത്തിലാണ്. പിന്നീടാണ് EMS എല്ലാം അത് ഏറ്റെടുത്തപ്പോൾ അതൊരു വലിയ സ്ലോഗനായി ദേശീയ തലത്തിൽ. പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ ഒന്നടങ്കം ജയിലിലായി. വിദ്യാർത്ഥി നേതാക്കളോട് പോലും പോലീസ് കരുണ കാട്ടിയില്ല. അറസ്റ്റിലാകുന്നവരെ തല്ലിച്ചതയ്ക്കാനായിരുന്നു കോൺഗ്രസിന്റെ നിർദ്ദേശം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ചെയർമാനും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ സുരേഷ് കുമാർ. അന്ന് AKGയും EMSും ജയിലിൽ വന്നിരുന്നു ഞങ്ങളെ കാണാൻ. അന്ന് സൂപ്രണ്ടിനോട് AKG പറഞ്ഞത് ആ സ്ത്രീക്ക് ഭ്രാന്താണ്, ഈ കുട്ടികൾ നാളെ ഈ നാട് ഭരിക്കേണ്ടവരാണ്, അവർ പറയുന്നത് കേട്ട് നിങ്ങൾ തുള്ളണ്ട. അത് പ്രവചന സ്വഭാവമായി MA ബേബിയും സുധാകരനും വിജയകുമാറും പിന്നീട് മന്ത്രിമാരായി. ആ കേസിൽ 1-ാം പ്രതിയായിരുന്നു ഞാൻ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ചെയർമാനും. അവിടെ നിന്നാണ് പ്രകടനം ആരംഭിക്കുന്നത്. MA ബേബി സുധാകരൻ അടക്കമുള്ള SFI നേതാക്കളും അടിയന്തരാവസ്ഥയിൽ ജയിലിൽ ക്രൂരമർദ്ദനത്തിന് വിധേയരായി. അതേസമയം ഭരണത്തിന്റെ ഭാഗമായിരുന്ന KSUവും AISFും MSFും എല്ലാം അടിയന്തരാവസ്ഥയിലെ അധികാരത്തെ നന്നായി ആഘോഷിച്ചു. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ഷമ്മി പ്രഭാകർ, കൈരളി ന്യൂസ്, കൊല്ലം.